അനുരാഗിണി ഇതായൻ മനസ്സിൽ വിരിഞ്ഞ പൂക്കൾ. വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു ലൊക്കേഷനിൽ, അതായത് ഇൻഫോ പാർക്കിൽ നിന്ന് വെറും 5 കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ട്, എങ്ങനെ 5 കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ട് വെറും 5 മിനിറ്റ് പോലും വേണ്ട യാത്ര. അത്രത്തോളം ട്രാഫിക് ജാമോ ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ എത്രയും പെട്ടെന്ന് സ്ട്രെയിറ്റ് റോഡ് എത്തിപ്പെടാവുന്ന ഒരു ലൊക്കേഷനിലാണ് ഇന്ന് ഞാനിപ്പോൾ ഉള്ളത്. ഒരു മനോഹരമായിട്ടുള്ള ഒരു വില്ല പ്രൊജക്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ഇതിന്റെ ലാൻഡ് ഏരിയ, സ്ക്വയർ ഫീറ്റ്, ബെഡ്റൂം, ഇതിന്റെ ലൊക്കേഷൻ, എല്ലാ ഡീറ്റെയിലും നമുക്ക് വിശദമായിട്ട് തന്നെ പരിചയപ്പെടാം. പിന്നെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ വിഷ്വൽസ് നമുക്കൊന്ന് കണ്ടുവന്നല്ല. ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഈ കാണുന്ന വീടാണ്, ഈ കാണുന്ന എലിവേഷൻ ഒരു വില്ല പ്രൊജക്റ്റ് ആണ്. ഏകദേശം ഒരു 2-3 വില്ലകളാണ് ഇപ്പൊ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുള്ളൂ. നല്ല എലിവേഷൻ ആണ്, അതിലുപരി നല്ലൊരു കളർ കോമ്പിനേഷനിൽ ഒരുക്കിയിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി കൂടിയാണ്. അതിന്റെ മേളിൽ ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് സെറാമിക് ബോർഡൊക്കെ സെറ്റ് ചെയ്ത് നല്ലൊരു വൈബാണ് ഈ ഒരു വീട്ടിലേക്ക് നോക്കുന്നത് തന്നെ. അതിലുപരി നല്ല കളർ കോമ്പിനേഷനിലും വളരെ ടെക്സ്ചർ വർക്കുകളും, ഈ കോമ്പൗണ്ട് വാളായിക്കോട്ടെ നല്ല ടെക്സ്ചർ വർക്കൊക്കെ ചെയ്ത് കളർ കോമ്പിനേഷനിൽ തന്നെ നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അതുപോലെ കോമൺ കിണർ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. അപ്പൊ ഈ ഒരു മെയിൻ ആയിട്ട് ഒരു സ്ലൈഡിംഗ് ഗേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെയിൻ ആയിട്ട് ഫോൾഡ് ചെയ്ത് തുറക്കാവുന്ന രീതിയിലുള്ള ഒരു ഗേറ്റും അതുപോലെ സ്ലൈഡ് ചെയ്ത് തുറക്കാവുന്ന രീതിയിലാണ് ഇത് ഒരുക്കിയിട്ടുള്ളത്. കടുപ്പ കല്ലുകൾ വിരിച്ചിട്ടുണ്ട്. അതുപോലെ കവേഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ചും ഓപ്പൺ ആയിട്ടുള്ള ഒരു കാർ പോർച്ചും നമുക്കിവിടെ 2 വാഹനം സിമ്പിൾ ആയിട്ട് തന്നെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഗാർഡൻ ഏരിയ തിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലാന്റ്സുകളൊക്കെ നട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെടികൾ പ്ലേസ് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഒരു ഗ്രില്ല് പോലെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഈ ഒരു സ്പേസും നമുക്ക് കിട്ടുന്നുണ്ട്. ഏകദേശം ഈ ഒരു സെറ്റ് ബാക്ക് നമുക്ക് ഏകദേശം ഒരു 1 മീറ്ററോളം, നമുക്ക് 1.5 മീറ്ററോളം അങ്ങനെ നമുക്ക് അവൈലബിൾ ആണ്. കടുപ്പ കല്ലുകൾ വിരിച്ചിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗേറ്റ് ലൈറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മനോഹരമായി തന്നെ ഇതിന്റെ എലിവേഷൻ ഒക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ കിണർ സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ എലിവേഷൻ തന്നെ, അതായത് ഈ ഒരു ബിൽഡിംഗ് ഇരിക്കുന്നത് വടക്ക് കിഴക്ക് ദർശനമായിട്ടാണ്. വടക്ക് കിഴക്ക് ദർശനമാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. പിന്നെ നമുക്ക് കിണർ സൗകര്യം, അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഒത്തു വന്നിട്ടുള്ള ഒരു കിടിലൻ പ്രോപ്പർട്ടി തന്നെയാണ്. 5 സെന്റ് സ്ഥലമാണ്. എങ്ങനെ 5 സെന്റ് സ്ഥലം 3600 സ്ക്വയർ ഫീറ്റ്. 3600 സ്ക്വയർ ഫീറ്റിൽ ഫുള്ളി ഫർണിഷ്ഡോട് കൂടിയാണ് ഈ ഒരു പ്രോപ്പർട്ടി ഇതിന്റെ ഓണർ സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത് തന്നെ. നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി 4 ബെഡ്റൂമും വരുന്നുണ്ട്. താഴെ 2 ബെഡ്റൂം ഒക്കെ ആയിട്ട്, മേളിൽ 2 ബെഡ്റൂം ഒക്കെ ആയിട്ടാണ് ഈ വീട് ഒരുക്കിയിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല, ഇത് കയറി വരുമ്പോൾ തന്നെ ഒരു സിറ്റ് ഔട്ട്, ഒരു ചെറിയ പാസേജ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു എലഗന്റ് ആയിട്ട് തന്നെ ഇതിന്റെ ഫ്രണ്ട് എലിവേഷനെ തന്നെ വ്യത്യസ്തമാക്കുന്ന രീതിയിലാണ് ഈ ഒരു പാനലിംഗ് വർക്ക് മൊത്തം ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഒരു എൻഡ് മുതൽ അങ്ങേ അറ്റം വരെ നമുക്ക് തേക്കിൽ തീർത്ത തടികൾ വെച്ചാണ് ഇതിന്റെ ഈ ഒരു വ്യത്യസ്തമായിട്ട് തന്നെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മെയിൻ ഡോർ വരുന്നതും തേക്കിൽ തന്നെയാണ്. പാനലിംഗ് വർക്കൊക്കെ നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിന് വുഡൻ വർക്കുകളെല്ലാം തന്നെ തേക്കിലാണ്. അതുപോലെ ഇവിടെയായിട്ട് വൈഡ് വിൻഡോ വരുന്നുണ്ട്. കണ്ടാ, ഇത് മൊത്തത്തിൽ വൈഡ് വിൻഡോ വരുന്നുണ്ട്. അതുപോലെ ഇവിടെ കോർണർ സെറ്റ് വരുന്നുണ്ട്. കോർണർ സെറ്റ് ഒക്കെ ഇട്ടാലും നല്ല അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ തന്നെ നമുക്ക് ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ സീലിംഗ് ഫാൻ കൊടുത്തിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇതിന്റെ സീലിംഗ് വർക്കൊക്കെ നമുക്ക് മനോഹരമാക്കിയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തും ആ ഒരു അളവിൽ തന്നെയുള്ള വൈഡ് വിൻഡോ ഇവിടെയും വരുന്നുണ്ട്. പിന്നെ ഇത് റൊട്ടേറ്റ് ചെയ്ത് തുറക്കാവുന്ന രീതിയിലുള്ള TV യൂണിറ്റ് ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ഏരിയ നല്ല രീതിയിൽ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലോറിലേക്ക് വരികയാണെങ്കിൽ മാറ്റ് ഫിനിഷ് ടൈൽ 4x2 ടൈലുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത് വളരെയധികം സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡബിൾ ഹൈറ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഹാങ് ലൈറ്റുകളാണെങ്കിലും വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഹാങ്ങിങ് ലൈറ്റും അതുപോലെ തന്നെ വൈഡ് വിൻഡോ, അവിടെ ആയിട്ട് വലിയൊരു ഫ്രെയിം വരുന്നുണ്ട്. അത് നാച്ചുറൽ ലൈറ്റ് ഡയറക്ട്ലി കിട്ടാവുന്ന രീതിയിലാണ് അതും സംഘടിപ്പിച്ചിട്ടുള്ളത്, സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വളരെയധികം സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് സ്പേസ് തന്നെയാണ്. ഇവിടെ ആയിട്ട് ഒരു കോർട്ട് യാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കിയാൽ വളരെ വ്യത്യസ്തമായിട്ട് നല്ല വെറൈറ്റി ആയിട്ട് നല്ല രീതിയിൽ ഇത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആയിട്ടാണ് വാഷ് ബേസിന്റെ ഒരു കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 98% വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞൊരു പ്രോപ്പർട്ടിയാണ്. ഇനി കുറച്ച് ബാത്റൂമിന്റെ സാനിറ്ററി ഐറ്റംസ് ഒക്കെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താനുണ്ട്. അങ്ങനത്തെ കുറച്ച് വർക്കുകൾ ബാലൻസ്ഡ് ആയിട്ടുണ്ട്. അപ്പൊ ഇവിടെയും നമുക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെ ഒരുക്കിയിട്ടുള്ള ഈ സ്റ്റെയർ കേസിന്റെ താഴ്ഭാഗത്ത് ടെക്സ്ചർ വർക്കുകളും ഈ ബീഡിങ്ങിൽ ഗോൾഡൻ കളർ ഒരു
വെറൈറ്റി ആയിട്ട് തന്നെ അതും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് സ്റ്റെയർ കേസിന്റെ താഴ്ഭാഗത്ത് ഇൻവെർട്ടർ എന്തെങ്കിലുമൊക്കെ വെക്കാനുള്ള സൗകര്യം കൂടി നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മേളില് കണ്ടാ നോക്കി കണ്ട ഫുള്ള് നാച്ചുറൽ ലൈറ്റ് കിട്ടാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. മോഡുലർ കിച്ചണിലേക്ക് വരികയാണെങ്കിൽ ഒരു മോഡുലർ കിച്ചൺ, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല ഇത്ര ഒരു ഹാളിന്റെ അത്ര ഉണ്ട് വലിപ്പം, അത്രത്തോളം സൗകര്യം നമുക്ക് ഈ ഒരു മോഡുലർ കിച്ചന് സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ എൽ ഷേപ്പിലാണ് ഇതിന്റെ കൗണ്ടർ ടോപ്പ് ഒക്കെ ചെയ്തിരിക്കുന്നത്. അത് നാനോ വൈറ്റിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വാളിലാണെങ്കിലും ടൈലുകൾ നല്ല വൈറ്റ് കളറ് കോമ്പിനേഷനോട് കൂടിയിട്ടുള്ള ടൈലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ 4 പാളിയുള്ള ഒരു ജനൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പർ ക്യാബിനറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹോബ് വരുന്നുണ്ട്. അതുപോലെ ഹോബിന്റെ സ്ഥാനം വരുന്നത് ഇതാണ്, ഈ ഒരു ഭാഗത്താണ്. അതുപോലെ തന്നെ ഹോബ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. ഇതിൽ എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് ഇതിലുണ്ട് എന്ന് ചോദിച്ചാൽ കോർണർ സെറ്റ് ഉണ്ട്. അതുപോലെ ഡൈനിങ് ടേബിൾ ഉണ്ട്. അതുപോലെ തന്നെ 24 hours CCTV ക്യാമറ സർവൈലൻസിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. അതൊക്കെ ക്യാമറ സൗകര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ടാണ് ഒരു സെപ്പറേറ്റ് ആയിട്ട് ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു പ്രൊവിഷൻ ഇവിടെ നിന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. മേളിൽ അപ്പർ ക്യാബിനറ്റ്സ് ഒക്കെ നല്ല മനോഹരമായി തന്നെ നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ച് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ആയിട്ടാണ് സിങ്കിന്റെ സ്ഥാനം വരുന്നത് കേട്ടോ. ഇവിടെ ആയിട്ടാണ് സിങ്കിന്റെ സ്ഥാനം വരുന്നത്. ഇവിടെയൊക്കെ ക്രോക്കറി ഷെൽഫുകളൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കൂടിയാണ്. അതുപോലെ തന്നെ ഇവിടെ ആയിട്ടാണ് നമുക്ക് ഇത്രയും സ്പേസ് നമുക്ക് വർക്ക് ഏരിയയിലും നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെയൊക്കെ വാം ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മൊത്തം ഗ്രില്ലൊക്കെ ചെയ്ത് ഇവിടെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഡോറ് സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഗ്യാസിന്റെ പ്രൊവിഷൻ ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെ വേണമെങ്കിൽ സെൻട്രലൈസ്ഡ് ഗ്യാസ് വേണമെങ്കിൽ നമുക്ക് അവിടത്തോളം വന്ന് നിപ്പുണ്ട്. അത് ആവശ്യക്കാരുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഇത് സെറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് സെറ്റ് ബാക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ നല്ല കിടിലനായിട്ട് തന്നെ ഇതിന്റെ ഇന്റീരിയർ സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് താഴെ 2 ബെഡ്റൂം ഉണ്ടല്ലോ, ബെഡ്റൂമിലേക്ക് തന്നെ കിടക്കാം. നേരെ ഇത് പിന്നെ ഈ കിച്ചന്റെ വെറൈറ്റി ആയിട്ടുള്ള 2 കളർ കോമ്പിനേഷനിൽ തന്നെ ഇതിന്റെ ഫ്ലോറിൽ ടൈലുകൾ കൊടുത്തിട്ടുണ്ട്. അത് 2ഉം പ്രീമിയം ക്വാളിറ്റി ടൈലുകൾ തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കജാരിയുടെ ടൈലുകൾ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ 3 phase കണക്ഷൻ നമുക്ക് ഇവിടെയായിട്ട് DBയുടെ സ്ഥാനം വരുന്നത് 3 phase കണക്ഷൻ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെയായിട്ട് ആദ്യത്തെ ബെഡ്റൂം വരുന്നുണ്ട്. ഇതിന്റെ ഈ ഒരു ഡോർ മൊത്തം കൊടുത്തിരിക്കുന്നത് തേക്കിൽ തന്നെയാണ്. മനോഹരമായി തന്നെ കളർഫുൾ ആയിട്ട് തന്നെ ഇതിന്റെ ഇന്റീരിയർ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടെയായിട്ടാണ് കോട്ട് വരുന്നത്. അതുപോലെ മാട്രസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ട് തന്നെയാണ് ഈ വീട് ഇവര് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ കുറച്ച് നേരത്തെ ആയിപ്പോയി ഞങ്ങളുടെ വീഡിയോ. അപ്പൊ ഇവിടെയായിട്ട് ഒരു ബേ വിൻഡോ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ സിസ്റ്റം എന്തെങ്കിലും വെച്ച് വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ സ്റ്റഡി ടേബിൾ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാനും നമുക്ക് സാധിക്കും. അതുപോലെ ഇവിടെയായിട്ട് കുറച്ച് വർക്ക് ബാലൻസ്ഡ് ആയിട്ടുണ്ടല്ലോ. ഇവിടെയായിട്ടാണ് നമുക്ക് ബാത്റൂം 4 ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ടുള്ളതാണ്. 4 ബെഡ്റൂമും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം തന്നെയാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ബെഡ്റൂമിന്റെ 2 ഭാഗത്തായിട്ട് ഒറ്റപ്പാളിയുള്ള വിൻഡോ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 3 പാളിയുള്ള വിൻഡോ ഈ ഒരു ഭാഗത്തും സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ ബെഡ്റൂം ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ വാൾ പാനലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് നല്ല മനോഹരമായി തന്നെ അത് സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതാണ് 2ാമത്തെ ബെഡ്റൂം. 2ാമത്തെ ബെഡ്റൂം ആദ്യം കണ്ടതുപോലെ തന്നെയുള്ള സ്പേസ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. സീലിംഗ് വർക്ക് ആണെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. 4 ബെഡ്റൂമും കോർട്ട് അവൈലബിൾ ആണ്. ഇവിടെയായിട്ട് നമുക്ക് ഒരു ബേ വിൻഡോ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ വാൾഡ്രോബ് ഒരുക്കിയിട്ടുണ്ട്. അവിടെയായിട്ട് വലിയ ഒരു 5 ഡോറുകൾ ഉള്ള വാൾഡ്രോബ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു കോട്ടിന്റെ 2 ഭാഗത്തായിട്ട് നമുക്ക് ഒറ്റ പാളിയുള്ള വിൻഡോ, 4 പാളിയുള്ള വിൻഡോ ആണ് ആ ഒരു ഭാഗത്ത് വരുന്നത്. അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കൂടിയാണ്. അപ്പൊ പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെയുള്ള സ്വിച്ചസ് തന്നെയാണ് ഇതിലും വരുന്നത്. അതിന്റെ കമ്പനിയുടെ പേര് എന്താണെന്ന് വെച്ചാൽ ഗോൾഡ് മെഡൽ ആണ്. ഗോൾഡ് മെഡൽ എന്ന് പറഞ്ഞ സ്വിച്ചസ് ആണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റെയർ കേസ് മൊത്തം
സ്റ്റെപ്പുകൾ മൊത്തം വരുന്നത് അതും തടിയിൽ തന്നെയാണ്. അതുപോലെ ഈ ടോപ്പും വരുന്നത് അതും തടിയിൽ തന്നെ ഫുള്ള് തേക്കിൽ ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി കൂടിയാണ്. അതുപോലെ തന്നെ ടഫ്ലൻഡ് ഗ്ലാസ്സിലാണ് ഇത് മൊത്തം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെയൊക്കെ ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് തന്നെ ഇതിന്റെ ഇന്റീരിയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഫുള്ളി ഫർണിഷ്ഡോട് കൂടി വരുമ്പോഴാണ് ഇതിന്റെ ഭംഗി നമുക്ക് വ്യത്യസ്തമായിട്ട് തന്നെ തോന്നുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ള് കംപ്ലീറ്റ് വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിന്റെ ഫുൾ ഫർണിഷ്ഡോട് കൂടിയിട്ട് വരുമ്പോൾ അതിന്റെ ഭംഗി നമുക്ക് എടുത്തറിയാൻ പറ്റും. ഒരു വെറൈറ്റി ആയിട്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഈ ഒരു സെറ്റപ്പ് ആവില്ല അതിന്റെ ഫുള്ളി ഫർണിഷ്ഡോട് കൂടി തന്നെ വരുമ്പോൾ. അത് നിങ്ങൾക്ക് അറിയാലോ. അതായത് മൂന്നാമത്തെ ബെഡ്റൂം, ഇതിന്റെ സീലിംഗ് വർക്ക് വളരെ വ്യത്യസ്തമായിട്ട് താഴത്തെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമായിട്ട് തന്നെ ഇത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചുറ്റിനും പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വാം ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് 3 പാളിയുള്ള വിൻഡോ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ താഴത്തെ പോലെ തന്നെ ബേ വിൻഡോ ഇവിടെയും സജ്ജീകരിച്ചിട്ടുണ്ട്. വാൾഡ്രോബിന്റെ സ്ഥാനം വരുന്നത് ആ ഒരു ഭാഗത്താണ്. അപ്പൊ ബാത്റൂം ഞാൻ കാണിക്കാത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ ബാത്റൂം ജസ്റ്റ് ഒന്ന് കാണിക്കാം, കാരണം വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടില്ല. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം തന്നെയാണ്. ബെഡ്റൂമിനനുസരിച്ചുള്ള ബാത്റൂമും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. വാൾ പാനലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നല്ല ഒരു ഡയറക്ട്ലി നല്ലൊരു വെളിച്ചം കിട്ടാവുന്ന രീതിയിൽ ഇത് മൊത്തം ഇതിന്റെ ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. ആർക്കിടെക്ചറൽ ഡിസൈനിങ്ങിൽ തന്നെയാണ് ഇതിന്റെ ഇന്റീരിയറും എക്സ്റ്റീരിയറും എല്ലാം മനോഹരമാക്കിയിട്ടുള്ളത്. ഇതാണ് നാലാമത്തെ ബെഡ്റൂം. നാലാമത്തെ ബെഡ്റൂമിലും ബേ വിൻഡോ അതുപോലെ കോട്ട് കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ ഇതിന്റെ ഈ ഒരു ഭാഗത്താണ് വാൾഡ്രോബിന്റെ സ്ഥാനം വരുന്നത്. സിസ്റ്റം വെച്ച് വർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 ഒറ്റപ്പാളിയുള്ള വിൻഡോ വരുന്നുണ്ട്, 3 പാളിയുള്ള വിൻഡോ അവിടെയും വരുന്നുണ്ട്. അപ്പൊ സീലിംഗ് ഫാനൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ ലൈറ്റുകളൊക്കെ കൊടുത്ത് വളരെ ഭംഗിയിൽ തന്നെ അതും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് അപ്പർ ലിവിംഗ് ഏരിയ. അപ്പൊ ആ ഒരു പാസേജിൽ നിന്ന് കയറി വരുമ്പോ വേണ്ട, ആ ഒരു പാസേജിൽ നിന്ന് കയറി ഇങ്ങനെ വരുമ്പോ ഇവിടെ ആയിട്ട് ഒരു TV യൂണിറ്റ്, അപ്പർ ലിവിംഗ് സ്പേസ്, ഇവിടെ TV യൂണിറ്റ് വരുന്നുണ്ട്. അതുപോലെ വൈഡ് വിൻഡോ ഇവിടെയും വരുന്നുണ്ട്. അപ്പൊ മൊത്തത്തിൽ സൺലൈറ്റ് നമുക്ക് കിട്ടും. ഈ ഒരു ടൈമിൽ നല്ലൊരു പ്രകാശം നമുക്ക് ഇതിന്റെ അകത്തേക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ഈ ഒരു ഭാഗത്ത് TV യൂണിറ്റ് വരുന്നുണ്ട്. അതുപോലെ ഇനി നമുക്ക് ബാൽക്കണി ഏരിയ കേട്ടോ. അപ്പൊ ഇതാണ് ബാൽക്കണി ഏരിയ കേട്ടാ. മനോഹരമായി തന്നെ ഇതിന്റെ ബാൽക്കണിയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഫ്രണ്ട് എലിവേഷനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. ഇപ്പോൾ ഉള്ള വീടുകളെ അപേക്ഷിച്ച് വളരെയധികം വ്യത്യസ്തത ഈ ഒരു വീടിന് ഇതിന്റെ ഓണർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി പറയുന്നത് 5 സെന്റ് സ്ഥലം. വാ 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 കറങ്ങി വാ 5 സെന്റ് സ്ഥലം, നല്ല റെസിഡൻഷ്യൽ ഏരിയ, ഇൻഫോ പാർക്ക് തൊട്ടടുത്ത് 5 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ, വെറും 5 മിനിറ്റ് പോലും വേണ്ട യാത്ര. അത്ര സൗകര്യത്തില് നമുക്ക് ടൗണിലേക്കാണെങ്കിലും കാക്കനാട് ജംഗ്ഷനിലേക്കാണെങ്കിലും ഇൻഫോ പാർക്കിലേക്കാണെങ്കിലും എല്ലാം കൊണ്ടും സൗകര്യപ്രദമായിട്ടുള്ള ഒരു ലൊക്കേഷൻ ആണ്. നല്ല റെസിഡൻഷ്യൽ ഏരിയ ആണ്. എല്ലാവർക്കും നല്ല അൺപൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ആണ്. അപ്പൊ എത്രത്തോളം സൗകര്യങ്ങൾ. ഇതാണ് യൂട്ടിലിറ്റി ഏരിയ കേട്ടോ. യൂട്ടിലിറ്റി ഏരിയ എന്ന് പറയുന്നത് ഇത് ഞാൻ ആദ്യമേ കാണിച്ചില്ല. ഇതൊരു യൂട്ടിലിറ്റി ഏരിയ. യൂട്ടിലിറ്റി ഏരിയ അല്ല, നമുക്ക് ഓഫീസ് ഒരു റൂമായിട്ട് തന്നെ നമുക്ക് സജ്ജീകരിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാനുള്ള സൗകര്യം ഓഫീസ് സ്പേസ് ആയിട്ട് തന്നെ ഇത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയായിട്ടാണ് ശരിക്കും യൂട്ടിലിറ്റി സ്പേസ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അത് ഒരു ഓഫീസ് റൂമാണ്. അപ്പൊ 4 ബെഡ്റൂം കൂടാതെ ഒരു ഓഫീസ് റൂമും യൂട്ടിലിറ്റി ഏരിയ. ഇതാണ് യൂട്ടിലിറ്റി ഏരിയ കേട്ടോ. വാഷിംഗ് മെഷീൻ വെക്കാനുള്ളൊരു പ്രൊഫഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇത്ര സൗകര്യങ്ങൾ എല്ലാം കൊണ്ടും മനോഹരമായി തന്നെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളൊരു പ്രോപ്പർട്ടി കൂടിയാണ്. നല്ല കാറ്റാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ. ചുറ്റിനും പ്രോപ്പർട്ടികൾ കുറച്ചും മാറിയായതുകൊണ്ട് തന്നെ വേണ്ട നല്ല കാറ്റാ വേണ്ട. ഇവിടുന്ന് ഓപ്പൺ ടെറസിലേക്ക് കയറാനുള്ള സൗകര്യങ്ങൾ അങ്ങനെയും ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാം കൊണ്ടും സൗകര്യപ്രദമായിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് 5 സെന്റ് സ്ഥലം, 3600 സ്ക്വയർ ഫീറ്റ്. 3600 സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂം പ്ലസ് സ്റ്റഡി റൂം, ഓഫീസ് റൂം, യൂട്ടിലിറ്റി ഏരിയ. ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില 1,70,00,000 രൂപ. 1,70,00,000 രൂപ എന്നുള്ളത് നെഗോഷ്യബിൾ ആണ്. പിന്നെ ഇതിൽ എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് CCTV ക്യാമറ സർവൈലൻസ് ഉണ്ട്, സോളാർ പാനലിംഗ് സൗകര്യമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫുള്ളി ഫർണിഷ്ഡ് AC, 4 ബെഡ്റൂമിലും AC അവൈലബിൾ ആണ്.
അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, എല്ലാ ഐറ്റംസും ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഇതിന്റെ ഓണർ കൊടുക്കുന്നുണ്ട്, അപ്പൊ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വിളിച്ചോ. കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ നമ്പറിൽ വിളിച്ചോ. നല്ല നല്ല ഡീലുകൾക്കായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്ക്, മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തേക്ക്. ആവശ്യക്കാരുണ്ടെങ്കിൽ അവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോസ് കൂടിയാണ്. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വിളിച്ചോ. ലോൺ സൗകര്യം ആവശ്യമുള്ളവർക്ക് അങ്ങനെയും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ വീണ്ടും കാണാം.